to my channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു വേഗം ഒന്ന് ഡ്യൂൺസ് കയറിയിട്ട് അസ്തമയം കാണാമെന്ന് വിചാരിച്ചിട്ട്. ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ മണൽക്കുമ്പാറില്ലേ, അതാണ് സംഭവം. മരുഭൂമിയിലായതുകൊണ്ട് ഇവിടെ അത് ഭയങ്കര ഹൈറ്റിലായിരിക്കും എന്ന് മാത്രം. ഇവിടെ ഇത് ഫുള്ള് മരുഭൂമി ആയതുകൊണ്ട് ഇവർക്ക് ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. ഈ മണൽക്കൂനകൾ കയറുക വൈകുന്നേരം ആകുമ്പോൾ. ഇപ്പം നല്ല ചൂട് സമയമാണെങ്കിൽ കൂടിയും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനിറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ചൂടൊക്കെ ഒന്ന് ഇതായി. നമുക്ക് അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കയറാൻ വേണ്ടി പോവുകയാണ്. മുബിക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന നെജ്മലും ആൽബിൻ ബേബി ഉണ്ട് കൂടെ. നെജ്മൽ ഇതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ നെജ്മൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു. ഹോട്ടലിൻ്റെ അവിടെയുള്ള ഡ്യൂണിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോണത്. മരുഭൂമിയിലെ ഡ്യൂൺസിൽ ഉദയോസ്തമയമൊക്കെ കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ഗസ്റ്റിനായാലും ഇവിടെ ഉള്ളവർക്കായാലും വേറെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒന്നും എൻജോയ്മെൻറ്റ്സ് നമുക്ക് ഡെസേർട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഉള്ള സംഭവം അടിപൊളിയാക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ ഇതുപോലെ വല്ലപ്പോഴും പുറത്ത് പോകുന്നതിൻ്റെ വ്ളോഗുകളും പിന്നെ ഹിജാബ് ട്യൂട്ടോറിയലും അതുപോലെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതുമൊക്കെയാണ് ഇടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിനടുത്തൊരു നോട്ടിഫിക്കേഷൻ കുഞ്ഞ് ബെല്ലൈക്കൺ കാണും. അതുകൂടി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കാരണം ഞാൻ എപ്പോഴും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. കാണുന്നതൊക്കെ ഇവരുടെ ഹോട്ടലിൻ്റെ ഭാഗമാണ്. കസറൽ സറബ് ഹോട്ടലിൻ്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ അടുത്തുള്ളൊരു ഡ്യൂണാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഡ്യൂൺസ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവർ ഫസ്റ്റ് കയറി നല്ല എളുപ്പത്തിൽ വേഗം കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പമായിരിക്കുന്നു. പക്ഷെ കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാല് പൂണ്ടിട്ട് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല.
ഭയങ്കര സിമ്പിളായിട്ട് വേഗം ഓടിക്കയറി. ഞാൻ ഒട്ടും രക്ഷയുണ്ടായിരുന്നില്ല കയറാൻ വേണ്ടിയിട്ട്. ഏന്തി വലിഞ്ഞ് എങ്ങനെയൊക്കെയോ ആണ് കയറിയിട്ടുണ്ടായിരുന്നത്. വീണക്കല്ലേ വീഡിയോ എടുക്കുക, എല്ലാരും കാണും. സൺസെറ്റ് ആകാറേ വാക്കാ. പറയാതിരിക്കാൻ വയ്യ, അത്ര സൂപ്പറാണ്. നമ്മൾ മുകളിൽ നിന്നിട്ട് കാണുന്ന ആ ഒരു കാഴ്ച നമ്മൾ മലയൊക്കെ കയറി കാണുന്ന പോലെ തന്നെ, പക്ഷേ ഇത് ഒരു വേറെ ഒരു രസം. ഈ കാണുന്നത് ഫുള്ളും ഇവരുടെ ഹോട്ടലിൻ്റെ ഭാഗം തന്നെ, ഹോട്ടലാണ്. ഫുള്ള് ചുറ്റും കാണാം, എന്ത് രസമായിട്ടാണ് കാണുന്നത്. പോരാത്തന്നെ അസ്തമയം അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അത് പക്ഷേ എനിക്ക് ഫുള്ളൊന്നും എന്താ പറയുക, വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. അസ്തമയൊക്കെ കണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ഇനി നേരെ ഇവരുടെ കുറച്ച് ഡോഗ്സിനെയും റാബിറ്റിനെയും വളർത്തുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ആ അടുത്തായിട്ടാണ്. അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് നജുമൽ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇനി ചെറിയ പോലെയല്ല, ഇറങ്ങാൻ നല്ല എളുപ്പമാണ്. വേഗം അങ്ങോട്ട് ഇറങ്ങിപ്പോവാം നമുക്ക്. ഞങ്ങൾ അസ്തമയൊക്കെ കണ്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പെറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടിയും നടക്കാനുണ്ട്, കുറച്ച് റോഡിൽ കൂടെയും പിന്നെ ഡെസേർട്ടിൽ കൂടെ നടക്കാനുണ്ട്. ഇതൊക്കെ ഇവിടെ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ചെടികളാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മരുഭൂമിയിൽ നിറയെ കള്ളിമുൾച്ചെടിയാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ കള്ളിമുൾച്ചെടി ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. വല്ല 1 or 2 അങ്ങനെ ഇടയിലുള്ളൂ. ഇതാണ് നമ്മൾ പറഞ്ഞ ബിൽഡിങ്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയി തുടങ്ങി, അതുകൊണ്ട് അധികം ക്ലിയറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഫസ്റ്റ് റൂം. ഇതിൽ ഉള്ള ഡോഗ്സിൻ്റെ പേരാണ് സലൂക്കി. നല്ല സലൂക്കി 100 ഡോഗ്സുകളാണ്. ഇവിടെ എന്തോ മത്സരത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളർത്തുന്നതാണ്. നല്ല ഇണങ്ങിയ ടൈപ്പ് പട്ടികളാണ്.
ഞങ്ങളധികം അടുത്തേക്കൊന്നും പോയില്ല, ഞങ്ങൾക്ക് ദൂരെ നിന്ന് മാത്രമേ കണ്ടുള്ളൂ. ബേബി അടുത്ത് പോയി, അവരപ്പോഴേക്കും ചുറ്റും വന്ന് ഭയങ്കര എന്താ പറയുക, കുരയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. പരിചയമില്ലാത്ത ഒരാളെ കണ്ടാലും ഭയങ്കര സ്നേഹപ്രകടനമാണ്. അത്രയ്ക്ക് ഇണങ്ങിയ ഒരു ടൈപ്പാണെന്നാണ് പറയുന്നത് സലൂക്കി. അടുത്ത റൂമിൽ 5 മുയലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് എന്ത് രസമായിരുന്നു കാണാൻ, നല്ല തിളക്കമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ വളർത്തുന്ന കൂടാതെ ഇടയിലിടയിൽ മുയലുകൾ കാണാം. ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു മുയലുണ്ട് ഓടിപ്പോണ്. അപ്പോൾ അതിങ്ങനെ ഉള്ളതാന്ന് പറഞ്ഞു, മുയലുകളൊക്കെ ഇങ്ങനെ ഇത് മരുഭൂമിയിലുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.